ഒറ്റയടിയായി കേരളത്തിന്റെ പൊതു ബജറ്റ്. വിലവർധനവിനെ പ്രതിരോധിക്കാൻ നികുതി വർധനവുമായി കേരള സർക്കാർ. വിഭവ സമാഹരണത്തിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ളയായി മാറുന്നു. ക്ഷേമ പെൻഷന് വർധനവില്ല. അർഹരായവരെ തിരഞ്ഞുപിടിച്ച് പുറത്താക്കാനും സർക്കാർ നീക്കം. ഇന്ധനവിലയിലും വാഹനവിലയിലും നികുതികളിലും വർധനവ് വരുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ഏത് താല്പര്യം സംരക്ഷിക്കാനാണ് ഈ ബജറ്റിലൂടെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് കരുതലല്ല, പിഴിയലാണ്. ഈ ബജറ്റ് നൽകിയതെന്ത്? ക്ഷേമ പെൻഷനും സൗജന്യങ്ങളും കാട്ടി നികുതി വർദ്ധിപ്പിക്കുന്ന ഗിമ്മിക്കോ? അതോ പരിമിതിയിൽ നിന്ന് ആവുന്നതൊക്കെ ചെയ്തോ? ഏറ്റവും ഗുണം ലഭിച്ചത് ആർക്കൊക്കെ? ഏതൊക്കെ മേഖലയ്ക്ക്? പരമ്പരാഗത മേഖലയും സ്ത്രീ ശാക്തീകരണത്തിനും സഹായകമായോ? കൊണ്ടുപിടിച്ച പ്രഖ്യാപനങ്ങളുടെ പ്രായോഗികത എന്ത്? ബജറ്റിന്റെ നെല്ലും പതിരും പരിശോധിക്കാം. സീഡ് ഫണ്ട് മുഖേന അധിക ധനസമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നു. സർ, 500 രൂപ വിലയുള്ള 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. 400 കോടി രൂപ ഇതിലൂടെ അധികമായി പ്രതീക്ഷിക്കുന്നു. സർ, കൂടാതെ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. 2023-24 കേരളത്തിൻ്റെ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു കഴിഞ്ഞു. കേരളം അതിരൂക്ഷമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് ഇന്നലെ വരെ മന്ത്രിയും പറഞ്ഞിരുന്നത്, ജനങ്ങളും വിശ്വസിച്ചിരുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സാധ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒന്നും ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ 23-24 ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ അപാകതയായിട്ട് ഞാൻ കാണുന്നത്. അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷൻ നടത്തുന്നുണ്ട്, അധിക ചെലവുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ വരുമാനത്തിൽ വർധനവ് വലുതായിട്ട് വരുന്നില്ല. എങ്കിൽ തന്നെയും ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര നയസമീപനങ്ങളെ വിമർശിച്ചുകൊണ്ടും കേരളത്തിൻ്റെ പരിമിതികൾ എടുത്തു കാട്ടിക്കൊണ്ടും ഈ സാഹചര്യത്തിലും കേരളം ഒരു ബദൽ വികസന നയസമീപനമാണ് 2023-24 ബഡ്ജറ്റ് വഴി സ്വീകരിച്ചിരിക്കുന്നു എന്ന ആമുഖത്തോടു കൂടിയാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. മിക്കവാറും എല്ലാ വികസന മേഖലകൾക്കും ഊന്നൽ കൊടുത്തിട്ടുണ്ട്, തുക മാറ്റിവെച്ചിട്ടുണ്ട്. പദ്ധതി വിഹിതം ആണ് കൂടുതലും മാറ്റിവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെയും പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെയും കാര്യങ്ങൾ വിശദമായിട്ടൊന്നും വ്യക്തമാക്കുന്നില്ല. എങ്കിൽ തന്നെയും പുതിയ പ്രോഗ്രാമുകൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പുതിയ പ്രോഗ്രാമുകൾ കാണുന്ന അവസരത്തിൽ 2022-23 ബഡ്ജറ്റിൽ നിന്നും പ്രകടമായ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യതിയാനം 23-24 ബഡ്ജറ്റിൽ നമുക്ക് ദർശിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇന്നത്തെ ബജറ്റിൽ ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രമുഖമായി വന്നിരിക്കുന്നത്. ഒന്ന്, ഭൂമി വില 20% കൂടിയിട്ടുണ്ട്. അപ്പോൾ 20% ന്യായവില കൂടുമ്പോൾ അത് നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. കാരണം സർക്കാർ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ 20% കൂടും എന്നുള്ളത് പ്രതീക്ഷിച്ചാണ്. ഒരുപക്ഷെ അത് കൂടുതൽ കൂടും എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ 20% സർക്കാർ നിർത്തി. വലിയ ഉപകാരമുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു ഇവിടുത്തെ രജിസ്ട്രേഷനെയും കാര്യങ്ങൾക്കൊക്കെ ഒരു ബൂസ്റ്റ് ആയിരിക്കും. ഇത്രയും 20% വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്ന ഏകദേശം ഒരു 15,000 കോടി രൂപയ്ക്ക് അകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ബൂസ്റ്റാണ്. അതായത് കോർപ്പറേഷനുകൾക്ക് ഒത്തിരി ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാനും കോൺട്രാക്ട് വർക്കുകൾ എടുത്ത് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അങ്ങനെ കുറേ ബൂസ്റ്റുകൾ അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് സവിശേഷമായ പരിഗണന നൽകുമെന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ആ പരിഗണനകളെന്നും കാർഷിക സമൂഹം ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാന ഒരു കാര്യമുണ്ട്. കൃഷി വ്യവസായ മേഖല. കൃഷി വ്യവസായ മേഖലയിലുണ്ടായ വളർച്ച, കൃഷിയിലും വ്യവസായത്തിലും ഏതാണ്ട് 6-7%, അതുപോലെ തന്നെ 17.3% വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്.
പലപ്പോഴും നമുക്ക് നൽകുന്ന PMIയുടെ ഫണ്ട് അലോക്കേഷൻ സഫീഷ്യൻ്റ് ആയിരിക്കില്ല. ഇപ്രാവശ്യം 10 കോടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒന്നാണ് നമ്മുടെ MDA, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് നമുക്ക് കുറേ സെൻട്രൽ ഗവൺമെൻറ്റിൽ തരും. പകുതി 50% വീതമാണ് സാധാരണയിൽ വരുന്നത്. 50% സെൻട്രൽ ഗവൺമെൻറ്റും അതിന് ആനുപാതികമായിട്ട് 50% സർക്കാരും കൊടുക്കും. ഈ പലപ്പോഴും ഈ ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല. ഈ പ്രാവശ്യം അതിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 കോടി രൂപ 3 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് മാറ്റി. ഈ 2 കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ സഹകരണ മേഖലയിലേക്ക് മാനേജറിയൽ സബ്സിഡി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഈ 3 കാര്യങ്ങളൂടെ വരുമ്പോഴത്തേക്ക് സഹകരണ മേഖലയിൽ എത്രയൊക്കെയായാലും ഒരു പുത്തൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ പരമ്പരാഗത വ്യവസായത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർ മാറി പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഈ മോഡേണൈസേഷൻ്റെ ആ ഒരു ഫേസ്ഡ് മാനറിലുള്ള ആ ഒരു മാറ്റം ഇതൊക്കെയും ത്വരിതപ്പെടുത്തും നമ്മുടെ ഈ 40 കോടിയുടെ ഈ ഫണ്ട് അലോക്കേഷൻ മൂലം. തീർച്ചയായിട്ടും കായിക മേഖലയ്ക്ക് അതുപോലെ തന്നെ R&Dക്കും ഒക്കെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉൽപ്പന്ന മേഖലയിലും പിരിമേഖലയിലും ഒരു പുത്തൻ ഉണർവ് ഈ ബഡ്ജറ്റ് കൊണ്ടുവരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ പറയുന്ന പല ഉൽപ്പന്നങ്ങളുടെയും നമ്മൾ കൂടുതലും ഈ പറയുന്ന കൊമേഴ്സ്യൽ പ്രൊഡക്ട്സ്, അഗ്രികൾച്ചർ പ്രൊഡക്ട്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതിനകത്തും മാർക്കറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. അപ്പം മാർക്കറ്റിങ്ങിനുള്ള ഒരു വ്യവസ്ഥ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു 75 കോടി രൂപയോളം ഇപ്രാവശ്യം മാർക്കറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. കൃഷി മേഖലയിലേക്ക് എക്കോ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൃഷി മേഖലയിലേക്ക് വളരെയധികം ഉണർവ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ക്ഷീര കർഷകരെ പൂർണ്ണമായും കൈയൊഴിഞ്ഞുവെന്നാണ് കർഷക സംഘം പ്രതിനിധിയായ മനു ജോസഫിന് പറയാനുള്ളത്. ഈ ബഡ്ജറ്റിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ നമ്മൾ കാണുന്നില്ല. ഇത് കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു കർഷകരോട് കാണിക്കുന്ന ഒരു നീതികേടായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കാലാകാലങ്ങളിൽ ബഡ്ജറ്റുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ ആ ഫണ്ടുകൾ വിനിയോഗിച്ച് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയോ അതിൻ്റെ ഗുണങ്ങൾ കർഷകർക്കോ അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, കാർഷിക മേഖലയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കുന്നില്ല. ഗവൺമെൻറ് അവരുടെ ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ബഡ്ജറ്റിലൂടെ പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഓരോ മേഖല എടുത്ത് പറഞ്ഞിട്ട് കർഷക മേഖലയിലെ പച്ചക്കറി, മത്സ്യം, അതുപോലെ തന്നെ പശു വളർത്തൽ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് കർഷകനെ രക്ഷിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം, പശു വളർത്തൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തീറ്റ. ഈ തീറ്റയ്ക്ക് ഓരോ ദിവസം ചെല്ലും തോറും വില കൂടിക്കൊണ്ടുവരുന്നു. അതനുസരിച്ച് പാലിന് വില നമുക്ക് ലഭിക്കുന്നില്ല. എങ്ങനെ കർഷകർ മുന്നോട്ട് പോകും? ലോണുകൾ എടുത്ത് പശുക്കളെ വളർത്തുന്നു. അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് ഒരു പശുവിനെ വളർത്തി ഒരു അസുഖം വന്നു പോയാൽ ആ പശുവിനെ വളർത്തുന്ന അതുവരെ ലഭിച്ച മുഴുവൻ പൈസയും നമുക്ക് ചികിത്സാ രംഗത്തേക്ക് പോകും. അതുപോലെ തന്നെ പശുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പറയുന്നുണ്ട്. ഈ ഇൻഷുറൻസിനെ നമ്മൾ നല്ലൊരു തുക അടയ്ക്കണം. അതുപോലെ മത്സ്യമേഖലയിൽ എന്താണ്? ആ മത്സ്യത്തിനെ വളർത്തിയെടുക്കുന്നതിനുള്ള തീറ്റ, അതിൻ്റെ ഭക്ഷണ ചെലവ് വളരെ കൂടുതലാണ്. ഇവിടെ എനിക്കറിയാം, നമ്മളുടെ മേഖലയിലെല്ലാം നമ്മുടെ കാർഷിക സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഈ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഇവരെല്ലാവരും പരാജയത്തിലാണ് നിൽക്കുന്നത്. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അതിനുള്ള വിപണനം ചെയ്യാനുള്ള സാധ്യത നമുക്ക് കുറവാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഈ ഉൾനാടൻ മത്സ്യകൃഷിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. കൂടാതെ ഇതിൻ്റെ തീറ്റച്ചെലവ് വളരെ കൂടുതലാണ്. ഓരോ ദിവസം ചെല്ലും തോറും അതനുസരിച്ച് കൂടി വരുന്നു. അപ്പോൾ ഈ മേഖലകളിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ചെലവുകളും ഇതിനെ എങ്ങനെ ഇവിടെ സർക്കാർ ചെയ്യുന്ന കുറേ മെറ്റീരിയൽസുകൾക്ക് സബ്സിഡി നൽകുന്നുണ്ട്. അത് ഇവിടുത്തെ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും മാത്രമല്ല ആ പൈസ ചെല്ലുന്നത്, കർഷകർക്ക് കിട്ടുന്നില്ല. കർഷകർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ
ഈ തീറ്റ ചെലവ് നന്നായിട്ട് കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റൂ. പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറയുന്നു. എന്താണ്, നട്ടാൽ പകുതി പോലും മുളയ്ക്കാത്ത ഹൈബ്രിഡ് വിത്തുകളാണ് ഇവർ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. പുതിയ കെയർ പോളിസി നടപ്പിലാക്കും. ബഡ്ജറ്റ് ആരോഗ്യ മേഖലയെ എങ്ങനെ പരിഗണിച്ചുവെന്ന് നമുക്ക് വിലയിരുത്താം. നമ്മുടെ നാടിനെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖല തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ കുറച്ചുകൂടി ഒരു നല്ല രീതിയിലുള്ള ഒരു പരിഗണന ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ മേഖലയിൽ കുറച്ചൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രോഗികളുടെ ബാഹുല്യം വളരെ അധികമാണ്. രോഗികളെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ വളരെ കൂടുതലാണ്. പലതരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേസുകൾ അനവധിയായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിലും ഈ കേസുകളെ കുറിച്ചും അതിൻ്റെ അതെങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചും ഒക്കെ കാര്യമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും അധികം നടക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ഗവേഷണം നടത്തുന്നതും കാര്യത്തിലും നമ്മുടെ നാട് കുറച്ച് പിന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഗവേഷണത്തിനായിട്ട് ഒരു നല്ല നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാടിന് ഗുണകരമായി തീരുമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. അതുപോലെ സിക്കിൾ സെൽ അനീമിയ റെറാഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് ഒരു നീക്കിയിരിപ്പ് ഇതിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയോര പിന്നോക്ക മേഖലകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയോജനപ്രദമായി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മാൻ പവർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ കുറയാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ കുറവുണ്ട്. അതുപോലെ തന്നെ എയിംസ് മോഡലിലുള്ള ആശുപത്രികളൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു. ആശുപത്രികളുടെ ശോചനീയ അവസ്ഥ നമ്മൾ ദിവസവും ആശുപത്രികൾ സന്ദർശിക്കുന്നവർക്ക് അത് നേരിട്ട് പരിചയമുള്ള കാര്യമാണ്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെന്നുള്ളത് നമുക്കും അത് പലതരത്തിലും പലതരത്തിലുള്ള പരിമിതികളുടെ ഇടയിൽ നിന്നിട്ടാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ അത് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെടുവാനും കുറച്ചുകൂടി ക്വാളിറ്റി സർവീസ് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ അത് പ്രയോജനപ്പെടുമായിരുന്നു എന്ന് വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ HR ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ ഒരു പ്രധാന HR എന്ന് പറയുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും നമ്മുടെ ഒരു മാൻ പവർ എന്ന് പറയുന്ന ഒരു പാർട്ട് NHM കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ പ്രോഗ്രാമായിട്ടുള്ള NHM നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയിട്ടാണ് ഇത് നമുക്ക് ഒരു സ്റ്റാഫ് ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതിലും നീക്കിയിരിപ്പ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു NHM വഴിയുള്ള ഒരു HR ഒരു സപ്പോർട്ടിലും കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും എന്നുള്ള ഒരു ഭയവും നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗം നിരാശാജനകം. സർക്കാർ കോളേജുകളെയും സർവകലാശാലകളെയും തഴഞ്ഞ് സർക്കാർ. ഈ മേഖലയിലെ വിദഗ്ധർ എന്തു പറയുന്നുവെന്ന് നോക്കാം. ഈ സംസ്ഥാന ബജറ്റ് നിരാശാജനകമാണ്. പൊതുവിൽ ജനങ്ങൾക്ക് അനുകൂലമായി യാതൊന്നുമില്ല എന്നതാണ് നമ്മളിതിൽ കാണുന്നൊരു കാര്യം. മറ്റെല്ലാ രംഗത്തും വന്ന പോലെ ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേൽ സെസ് ഏർപ്പെടുത്തിയതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരുടെ പാഠശാലകളെ വികസിപ്പിക്കാൻ യാതൊന്നുമില്ല. സർക്കാർ സർവകലാശാലകൾക്കോ ഗവൺമെൻറ് കോളേജുകൾക്കോ എന്തെങ്കിലും മികച്ച ഡെവലപ്മെൻറ്റിന് ഉതകുന്നതായി യാതൊന്നുമില്ല. എന്ന് മാത്രമല്ല, പൊതുവിൽ 1773 കോടി രൂപയാണ് ഇപ്പോൾ ബജറ്റിൽ ആകെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 2540 കോടി രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു കുറവ് ഈ വർഷത്തെ ബജറ്റിൽ വന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന ബജറ്റിൻ്റെ വിഹിതത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതിലൊന്നാമതായിട്ട് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, അതിലിപ്പോൾ ഈ സർക്കാർ ഗവൺമെൻറ് കോളേജുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആകെ 816 കോടിയാണ്. അതിൽ 98 കോടി രൂപ മാത്രമാണ് ഗവൺമെൻറ് കോളേജുകളുടെ ഈ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എന്ന പേരിൽ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ട്രാൻസ്ലേഷണൽ ഗവേഷണത്തിനായി റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതായത്
ഈ ഗവേഷണ ഫലങ്ങളെ ഉൽപ്പാദന പ്രക്രിയയിലേക്ക് തിരിച്ചുവിടാൻ വ്യവസായികളുമായി ചേർന്ന് വ്യവസായ താല്പര്യപ്രകാരം ആ ഗവേഷണ ഫലങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളാബറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒരു 10 കോടി രൂപ മറ്റോ നീക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതായത് വ്യവസായ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗവേഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തിന് ഈ വ്യവസായികളുമായി ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ്. അല്ലാതെ സ്വതന്ത്ര ഗവേഷണത്തിനുള്ള ഫണ്ടല്ല. സ്വതന്ത്ര ഗവേഷണത്തിന് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഫണ്ടിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. JRF ഫണ്ട് പോലും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും അത് വെട്ടിക്കുറയ്ക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് 19 കോടി രൂപ ഇതിൽ നീക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ബ്രണ്ണൻ കോളേജിൽ അവിടുത്തെ ഒരു പ്രത്യേക കോംപ്ലക്സ് രൂപീകരിക്കാൻ 30 കോടി രൂപയുണ്ട്. പക്ഷേ ആകെ 98 കോടിയാണ് ഈ പറയുന്ന ഗവൺമെൻറ് കോളേജുകൾക്ക്. അപ്പോൾ ഗവൺമെൻറ് കോളേജുകളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അതിനുവേണ്ടി 35 കോടി രൂപ വകയിരുത്തുന്നു. അപ്പോൾ തൊഴിൽ നൈപുണികൾ വികസിപ്പിക്കുന്നതിന് ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അക്കാദമികമായ തലത്തിൽ പിന്നെ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണെന്ന് ചോദിച്ചാൽ ശുദ്ധശൂന്യമാണ് ഇത് എന്ന് പറയാതെ നിർവാഹമില്ല. ഈ ഗസ്റ്റ് ലെക്ചറർമാർക്കുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അവർക്കത് വർദ്ധിപ്പിക്കണം. പക്ഷേ അത് വർദ്ധിപ്പിക്കുമ്പം മറുഭാഗത്ത് സ്ഥിരം അധ്യാപക നിയമനത്തിന് തടസ്സമുണ്ടാകരുത്. ഇപ്പോൾ സ്ഥിര അധ്യാപക നിയമനങ്ങൾ സർക്കാർ വെട്ടിക്കുറച്ച് വരികയാണല്ലോ. കഴിഞ്ഞ ഏപ്രിൽ 1 ഉത്തരവിലൂടെ ഈ അധ്യാപക തസ്തികകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് അതിനെ കാണാനുള്ളത്. പക്ഷേ ഗസ്റ്റ് അധ്യാപകർക്കുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് 252 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. അതിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പക്ഷേ 40 കോടി രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാമം മാത്രമായ നീക്കിയിരിപ്പ് മാത്രമേ നൽകിയുള്ളൂ എന്ന വിമർശനമാണ് വിദഗ്ധർ ഉന്നയിച്ചത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു റേഷ്യോ നോക്കിയാൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ നാമമാത്രമായ തുക മാത്രമാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവും. നീക്കി വയ്ക്കുന്ന തുക വളരെ ചെറിയ ഒരു തുക മാത്രമാണ് ഇതിൽ നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ഇപ്പോൾ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനാകെ 344 കോടി രൂപ മാത്രമാണ് നീക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തണം. കാരണം ഇതിനകത്തുള്ള പ്രശ്നം ഈ 1773 കോടി രൂപ എന്ന് പറയുന്നത് പോലും പ്ലാൻ ഫണ്ടാണോ നോൺ പ്ലാൻ ഫണ്ടാണോ എന്ന കാര്യത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് പല പ്രോജക്റ്റ് ഫണ്ടുകളും ഇതിൽ കൂട്ടിക്കൊഴിക്കും. ഇപ്പോൾ റൂസ ഫണ്ട്, അതല്ലെങ്കിൽ SSIയുടെ ഫണ്ട്, അങ്ങനെയുള്ള ചില പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകളുടെ ഫണ്ട് എടുത്തിട്ട് അത് പിന്നെ താഴെ തലത്തിലേക്ക് കൊടുക്കുകയും അത് ഒരു ബജറ്ററി അലോക്കേഷനായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വലിയ തട്ടിപ്പാണ്. അതായത് പ്ലാൻ ഫണ്ട് ഏത്, നോൺ പ്ലാൻ ഫണ്ട് ഏത്, ഇത് വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് പറയുന്നില്ലെങ്കിൽ അതിനകത്ത് തട്ടിപ്പിൻ്റെ സാധ്യത വളരെയേറെ വലുതാണ്. ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ചില പ്രത്യേക പ്രോജക്റ്റ് ഫണ്ട് ഇതിനകത്ത് ഉപയോഗിക്കും. പക്ഷേ സർക്കാരിൻ്റെ യഥാർത്ഥത്തിൽ ബജറ്ററി അലോക്കേഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് വളരെ നിസ്സാരമായിരിക്കും, തുച്ഛമായിരിക്കും. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം, ആരോഗ്യം പോലെയുള്ള സർവീസ് മേഖലകളിൽ അവർ ചെയ്യുന്നത് ചില പ്രത്യേക പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പിന്നെ ആ മേഖലയിലെ ഒരു ക്രമാനുഗതമായ വികാസത്തിന് വേണ്ടിയിട്ട് ബജറ്റ് അലോക്കേഷൻസ് അവർ കുറച്ച് കൊണ്ടുവരികയാണ്. അത് ശമ്പളത്തിൻ്റെ കാര്യത്തിലാകട്ടെ, പൊതുവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആകട്ടെ, സർക്കാർ എയ്ഡഡ് കോളേജുകൾ, ഇപ്പോൾ എയ്ഡഡ് കോളേജുകളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. എയ്ഡഡ് മേഖലയെ തന്നെ പരിപൂർണമായിട്ടും അവഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ സർവകലാശാലകൾക്ക് എന്ത് ഫണ്ടുണ്ട്? ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, സാങ്കേതിക വിദ്യാഭ്യാസത്തെക്കുറിച്ച്. പക്ഷേ സർവകലാശാലകളുടെ ഡെവലപ്മെൻറ്റിന് മാത്രമായി പ്രത്യേകം ഫണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ സർവകലാശാലകൾ എങ്ങനെ ഫണ്ട് കണ്ടെത്തും? അപ്പോൾ അവരൊന്നിൽ കുട്ടികളുടെ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കണം, അതല്ലെങ്കിൽ വ്യവസായികളുമായി ബന്ധം സ്ഥാപിക്കണം. അപ്പോൾ ആ രൂപത്തിൽ ഇതിനെ ഒരു വ്യവസായ വാണിജ്യ സംരംഭമാക്കി ഉന്നത വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ചും മാറ്റി തീർക്കുന്നതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്ന ഒരു ബജറ്റാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ജനാനുകൂലമോ വിദ്യാഭ്യാസ അനുകൂലമായ ഒരു ബജറ്റല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്നത്. വിശദാംശങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും അതിൽ നിന്നുള്ള അതിൻ്റെ സമീപനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയും. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 14 കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റിയിരിക്കുന്നത്. ഒപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുമായി വിഭാവന ചെയ്തിട്ടുള്ള നിർഭയ വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി. ബഡ്ജറ്റ് സ്ത്രീ ശാക്തീകരണത്തിൽ എങ്ങനെ ഫലപ്രദമായി ഇടപെട്ടു എന്ന് വിദഗ്ധർ പറയുന്നത് നമുക്ക് നോക്കാം. വരുന്ന സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഒരു
ആഴത്തിലുള്ളൊരു വായനയിലേക്ക് പോയിട്ടില്ല. എങ്കിലും ഇന്ന് സഭയിൽ വച്ച നിർദ്ദേശങ്ങളും ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള രേഖയും സ്ത്രീകളെന്ന നിലയിൽ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ഭാഗമായുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വളരെയേറെ ആശ്വാസകരമായ നിരവധി നിലപാടുകളുണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന നിയമപരമായ അവകാശങ്ങൾ, സ്ത്രീകൾക്കുള്ള നിയമപരമായ അവകാശങ്ങൾ, അത് സംരക്ഷിക്കപ്പെടുന്ന നിരവധി പദ്ധതികൾക്കായിട്ട് ഒരു വിഹിതം മാറ്റിവെക്കുന്ന ഒരു ബജറ്റ് എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 14 കോടിയാണ് അതിൻ്റെ വിവിധ നിയമപരവും ഭരണഘടനാപരവുമായും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഏറ്റവും ആഹ്ലാദകരമായ കാര്യം അത് തന്നെയാണ്. മറ്റൊന്ന്, ഇന്ത്യയെമ്പാടും നടപ്പിലാക്കുന്ന നിർഭയ പദ്ധതി. നമുക്കൊക്കെ നല്ലോണം അറിയാം ഏത് സാഹചര്യത്തിലാണ് നിർഭയ പദ്ധതി ഇന്ത്യയിൽ രൂപപ്പെട്ടതെന്ന് നമുക്കറിയാം. അതിനായിട്ട് കേരളത്തിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ മാറ്റിവെച്ചു എന്നുള്ളത് അത് വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായൊരു കാര്യമായിട്ട് കാണേണ്ടതുണ്ട്. തോന്നുന്നു ജനസംഖ്യയിൽ തന്നെ ഒരു 16% വരുന്ന വയോജനങ്ങളുടെ ജീവിതം, അവരുടെ സുരക്ഷ, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്ന് കേരളത്തിൽ. മെനിസ്ട്രൽ കപ്പിന്റെ കടന്നുവരവ് ഗുണകരമായി എന്നും ആർത്തവകാലത്തെ ശുചിത്വമാക്കി മാറ്റിയ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് ഈ സാനിറ്ററി നാപ്കിനുകൾ അടക്കം ഉള്ള സാധനങ്ങൾ നമുക്ക് ഡീകമ്പോസ് ചെയ്യുന്നതും ചെയ്യാത്തതുമായ വസ്തുക്കളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അതുതന്നെ ഇതിൻ്റെ ശുചിത്വ പരിപാലനം ഒരു ഭാഗത്ത്, ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്തൊക്കെ നിൽക്കുന്നിടത്ത് മെൻസ്ട്രൽ കപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ, അധ്യാപിക എന്ന നിലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പെൺകുഞ്ഞുങ്ങളെ കാണുന്ന ഒരാളെന്ന നിലയിൽ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കടന്നുവരവ് കേരളത്തിലെ പെൺകുട്ടികൾ എത്ര കണ്ട് സ്വീകരിച്ചുവെന്ന് നല്ലോണം ബോധ്യമുണ്ട്. അതിനായിട്ട് അത്തരമൊരു പദ്ധതി, ശുചിത്വപൂർണമായ ആർത്തവകാല പരിപാലനത്തിനായിട്ട് മെൻസ്ട്രൽ കപ്പുകൾ മുമ്പോട്ട് വയ്ക്കുന്ന പദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 8-10 കോടി രൂപ അതിനായിട്ട് തന്നെ മാറ്റിവെച്ചു. സാനിറ്ററി നാപ്കിനുകൾക്കായിട്ട് 10 കോടി രൂപ വക കണ്ടു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ, ഒരു അധ്യാപിക എന്ന നിലയിൽ, അങ്ങനെ കൂടി ജീവിച്ച ഒരാളെന്ന നിലയിൽ വലിയ സന്തോഷത്തോടെ ഞാനതിനെ നോക്കിക്കാണുകയാണ്. നമ്മൾ വളരെ മുന്നേ തന്നെ രൂപീകരിച്ച ജെൻഡർ പാർക്ക് ഇപ്പോൾ ജെൻഡർ പാർക്കിനായിട്ട് 10 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ കാണുന്നു. എന്നാൽ സ്ത്രീ സുരക്ഷയ്ക്കായി ബജറ്റിലെ നീക്കിയിരിപ്പ് ഒന്നുമാവില്ല എന്നാണ് പ്രതിപക്ഷ MLA KK രമ പറയുന്നത്. സ്ത്രീ സുരക്ഷയൊക്കെ വലിയ തോതിൽ വാചാലമായി സംസാരിക്കുന്ന കേരളമാണ്. എന്ത് ഫണ്ടാ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്? ഏതെങ്കിലും തരത്തിൽ ഇപ്പം നിലവിലുള്ളത് തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളും പോലീസ് സ്റ്റേഷനുകളും ഒക്കെ പലവിധ പിങ്ക് പോലീസും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അവർക്കൊക്കെ വലിയ തോതിലുള്ള ബാധ്യതകളുണ്ട്. പക്ഷേ അവിടേക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ടും നീക്കിവെക്കാൻ കഴിഞ്ഞില്ല. ആകെ ചെയ്തത് മെൻസ്ട്രൽ കപ്പിന് 10 കോടി നീക്കിവെച്ചു എന്നുള്ളത് മാത്രമാണ് സ്ത്രീകൾക്കുള്ള ഒരു ഇതായിട്ട് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റൊരു ക്ഷേമ പദ്ധതിയും വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ടില്ല. സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്ന ഫണ്ടില്ല. യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവുമില്ല. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശങ്ങളും ബജറ്റിലില്ല. അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിലെ അതിദാരിദ്ര്യം ഇല്ലാതാകണം. കുടുംബശ്രീക്കും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കും ഫണ്ട് അനുവദിച്ചത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിലെ അതിദാരിദ്ര്യം ഒഴിഞ്ഞു പോകുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. 2023-24 ബഡ്ജറ്റിലെ ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് ഞാൻ കാണുന്നത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഒരു മാസി പ്രോഗ്രാം അവർ നടത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് വഴിയാണ് നടപ്പിലാക്കുന്നതെങ്കിലും ഗവൺമെൻറ് ഓഫ് കേരള ഷെയർ വഴി ഏകദേശം 50 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഏകദേശം കേരളത്തിൽ 64,000 കോടി തീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ 64,000 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളുടെ 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് കേരള ഏകദേശം 50 കോടി രൂപ ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ അറിയാനുള്ളത്, ഈ 2019-20 റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട്
ഒരു പ്രത്യേക പാക്കേജുകൾ 3 ജില്ലയ്ക്ക് പറഞ്ഞിരുന്നു: കാസർഗോഡ്, ഇടുക്കി, വയനാട്. പക്ഷേ കഴിഞ്ഞ വർഷം 75 ലക്ഷം കോടി രൂപ വെച്ച് ഓരോ ജില്ലയ്ക്കും പറഞ്ഞിരുന്നു. പക്ഷേ ഈ വർഷവും പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് നടത്തി എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു രൂപം അവിടെ പറയുന്നില്ല, ധനകാര്യ ബഡ്ജറ്റിൽ പറയുന്നില്ല. അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏകദേശം 2400 കോടി രൂപയുടെ ഒരു പാക്കേജാണ് അന്ന് തയ്യാറാക്കിയിരുന്നത്. കഴിഞ്ഞ വർഷം കണ്ട് 1800 കോടിയോളം രൂപ കൊടുത്തിരുന്നു. ഈ വർഷവും അതേപോലെ തന്നെ എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പാക്കേജിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ രൂപമോ ഭാവമോ ഈ ബഡ്ജറ്റിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വിഴിഞ്ഞം പദ്ധതിക്ക് പരിഗണന നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിൽ പ്രത്യേകിച്ചും തുറമുഖങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച തുക, അത്തരത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയെ വ്യക്തിപരമായും ഒരു മാരിടൈം രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീനിയർ അഭിഭാഷകൻ എന്ന നിലയിലും മുൻ മാരിടൈം ബോർഡ് ചെയർമാൻ എന്ന നിലയിലും ഞാൻ അഭിനന്ദിക്കുന്നു. സ്വാഭാവികമായിട്ടും തുറമുഖത്തിന് ഇത്രയേറെ തുക, ഏകദേശം 6000 കോടി രൂപ നീക്കിവെച്ചത് തുറമുഖങ്ങളോടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും തുറമുഖ വകുപ്പ് മന്ത്രിയുടെയും പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ മാരിടൈം ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ മാരിടൈം ബോർഡിൻ്റെ പ്രവർത്തികളെ, പ്രത്യേകിച്ചും ക്രൂ ചേഞ്ചിനെയും കോസ്റ്റൽ ഷിപ്പിങ്ങിനെയും അങ്ങേയറ്റം പിന്തുണച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രിയും. എന്നാൽ ഇന്ന് 6000 കോടിയോളം രൂപ തുറമുഖ വികസനത്തിനും, പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ഒരു റിംഗ് റോഡായിട്ടും ഒരു ടൗൺഷിപ്പായിട്ടും ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൽ തന്നെ വിവിധ തുറമുഖ അനുബന്ധ വികസനത്തിനായി ആണ് ഇത്രയും രൂപ നീക്കിവെച്ചതെന്ന് ഞാൻ TV കേട്ടതിൽ നിന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും പണി നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ നിരവധി സമരങ്ങളും കേസുകളും മറ്റും വരികയും വിഴിഞ്ഞത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഹാജരാകുകയും ഇനിയും ആ കേസുകളെല്ലാം തീർന്നു. ഇനിയും കടലിൻ്റെ ഇറോഷനുമായി ബന്ധപ്പെട്ടും രാത്രിയിൽ പണി നടക്കുന്നതുകൊണ്ട് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ നിയമപരമായിട്ട് നേരിട്ടു. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി നിഷ്കർഷിച്ചത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമമനുസരിച്ച് നോയിസ് പൊല്യൂഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് രാത്രിയും പണി ചെയ്യാമെന്നാണ് കോടതി കണ്ടത്. ഇത്തരത്തിൽ പറയാനുള്ളത്, തുറമുഖങ്ങളെ വികസനത്തിന് ഇത്രയധികം രൂപ നീക്കി വെച്ചപ്പോൾ നിരവധി കോളുകളാണ് എനിക്ക് വരുന്നത്. ഗതാഗത മേഖലയ്ക്ക് ആശ്വാസമാണ് ബജറ്റ് പ്രഖ്യാപനമെങ്കിലും ധനമന്ത്രി വികസനം ആവശ്യമുള്ളയിടത്ത് തുക വകയിരുത്തിയോ എന്നുള്ളത് വിലയിരുത്താം. ജലഗതാഗതം, കരഗതാഗതം, തുറമുഖ വികസനം എന്നീ മേഖലയിൽ ബജറ്റ് എങ്ങനെ പരിഗണിച്ചെന്ന് നമുക്ക് നോക്കാം. 2023-24 കേരള ബഡ്ജറ്റിൽ തുറമുഖ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന കേരള മാരിടൈം ബോർഡിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 48.5 കോടി, മൊത്തം തുറമുഖ വകുപ്പിന് 80 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളതിൽ സ്പെസിഫിക് ആയിട്ട് ലഭ്യമായ വിവരമനുസരിച്ച് 48.5 കോടി രൂപ കേരള മാരിടൈം ബോർഡിൻ്റെ വിവിധ തരം പ്രവർത്തനങ്ങൾക്കായി നീക്കി വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് 40.5 കോടി നമ്മുടെ ആക്റ്റീവായിട്ടുള്ള 4 ചെറുകിട തുറമുഖങ്ങളുടെ പശ്ചാത്തല വികസനമാണ്. കൊല്ലം, അഴീക്കൽ, ബേപ്പൂർ, പൊന്നാനി ഈ 4 തുറമുഖങ്ങളെ അത്യാവശ്യം പശ്ചാത്തല വികസനം ഉണ്ടാക്കാൻ, അതായത് ആഴം കൂട്ടുക, പുതിയ വാർഫുകൾ പണിയുക, അതേപോലെ മറ്റ് പശ്ചാത്തലത്തിൽ ഈ കപ്പൽ ഗതാഗതത്തിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്
വകയിരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന 4 തുറമുഖങ്ങളെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇത് ഉപകരിക്കും. കൂടാതെ ആലപ്പുഴയിൽ ആലപ്പുഴ മുസ്ലിസിൻ്റെ ഭാഗമായിട്ടൊരു കടൽപ്പാലം പണിയുന്നുണ്ട്. ആ കടൽപ്പാലത്തിന് കുറുകെ ഒരു 30 മീറ്റർ നീളത്തിൽ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഒരു മറീന ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു വാർഫ് പണിയാൻ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അതിൻ്റെ DPR തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഫലി ഒരു 15-16 കോടി രൂപയാണ് അതിന് ചെലവ് വരുന്നത്. അത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ സാഗർമാലയിൽപ്പെടുത്തി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ 50% കേന്ദ്ര ഗവൺമെൻറ് തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിന് വേണ്ടുന്ന ഒരു ബഡ്ജറ്റ് പ്രൊവിഷനാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ നീക്കി വെച്ചിരിക്കുന്നത്, 5 കോടി രൂപ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖ്യ പ്രോജക്റ്റിൽ ഉൾപ്പെടുകയാണ് ആലപ്പുഴ ഒരു മറീന. അത് ആദ്യഘട്ടമാണ്. 2ാം ഘട്ടമായി ചെറിയ വാർഫുകളും കൂടെ നിർമ്മിച്ച് ആലപ്പുഴ തുറമുഖത്തെ ഘട്ടം ഘട്ടമായി ഒരു ചെറിയ മറീനയായി ഡെവലപ്പ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. പിന്നെ ഒരു 3 കോടി രൂപ നമ്മൾ വകയിരുത്തിയിരിക്കുന്നത് കേരള മാരിടൈം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ 2 മാരിടൈം അക്കാഡമികളുണ്ട്. അതിൻ്റെ പശ്ചാത്തല വികസനവും മറ്റു ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നടപ്പ് വർഷം മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബഡ്ജറ്റ് പ്രൊവിഷൻസ് ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാനോ വികസനം നടത്താനോ കഴിഞ്ഞിട്ടില്ല നമുക്ക്. പക്ഷേ നടപ്പ് സാമ്പത്തിക വർഷം തീർച്ചയായിട്ടും ഈ പണം ഉപയോഗിച്ച് ഈ 4 തുറമുഖങ്ങളിൽ പശ്ചാത്തല വികസനം ഉണ്ടാക്കാനും കപ്പൽ ഗതാഗതം നടത്താൻ വേണ്ടുന്ന തരത്തിലുള്ള ഏതൊക്കെ ഭൗതിക സൗകര്യങ്ങളാണോ വേണ്ടുന്നത് അതും ഉണ്ടാക്കാൻ കേരള മാരിടൈം ബോർഡ് വേണ്ടുന്ന ശ്രമങ്ങൾ തുടരും. ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ടൂറിസം ഇടനാഴികളുടെ വികസനത്തിന് 50 കോടി ബജറ്റ് വകയിരുത്തി. ടൂറിസം മേഖലയെ ബജറ്റ് എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നോക്കാം. 2023-24 ബഡ്ജറ്റിൽ ടൂറിസത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ്. പണ്ടും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത എടുക്കുന്നത് ടൂറിസം ഇടനാഴി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ്. അതായത് ഈ ടൂറിസം ഇടനാഴി എന്ന് പറയുന്ന അവസരത്തിൽ അവരുദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് വ്യവസായങ്ങളും അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ആസ്വാദ്യകരവുമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഇടനാഴി കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് 2023-24 ബഡ്ജറ്റിൽ 50 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുവഴി ഒരു പക്ഷേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും കുറച്ച് ഉൽപ്പാദനപരമായ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാനും കഴിയും എന്നുള്ളൊരു വിശ്വാസം ഗവൺമെൻറ്റിനുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ടൂറിസത്തിന് മൊത്തം മാറ്റിവെച്ചിരിക്കുന്നത് 350 കോടിയോളം രൂപയാണ്. അതിൽ 50 കോടിയും ഈ ടൂറിസം ഇടനാഴിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതായത് അവരുടെ പ്രധാന ഉദ്ദേശം തന്നെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിച്ച് നമ്മുടെ ബിസിനസ് സെൻറ്റേഴ്സ് വിൽപ്പന നടത്തിയെന്നല്ല, അത് അവരെ കൊണ്ട് ആസ്വദിപ്പിച്ച് അവരിൽ നിന്ന് നികുതി ഇനത്തിലും മറ്റ് ചെലവുകൾ ഇനത്തിലും തുക എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിഭവ സമാഹരണം നടത്താമെന്നുള്ള ഒരു ഉദ്ദേശമാണ് ഗവൺമെൻറ്റിനുള്ളത്. അതൊരു പുതിയ നയമാണ്. അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടെന്ന രസമാണ്. അത് അടുത്ത വർഷത്തെ ബഡ്ജറ്റിലേക്കായിരിക്കും അതിൻ്റെ നേട്ടക്കോട്ടങ്ങളെ പറ്റി വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരള ബജറ്റിൽ സാങ്കേതിക വ്യവസായ മേഖലയ്ക്കായി നിരവധി പ്രഖ്യാപനങ്ങളുമായി KN ബാലഗോപാൽ. 2ാം പിണറായി സർക്കാരിന്റെ 2ാം സമ്പൂർണ്ണ ബജറ്റിൽ സാങ്കേതിക മേഖലയ്ക്കായി വലിയ തുകയാണ് ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കൊച്ചി ഒരു IT ഹബ്ബാക്കി മാറ്റാൻ ആവശ്യമായ പണം വകയിരുത്തിയിട്ടുണ്ട്. മൊത്തം 559 കോടിയാണ് IT മേഖലയ്ക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കൊച്ചി ഒരു IT ഹബ്ബാക്കി മാറ്റുക, ഇൻഫോ പാർക്കിനെ ഒരു നല്ലൊരു സംരംഭമായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അവിടെ തന്നെ ഏതാണ്ട് എൻ്റെ അറിവിലൊരു 53 കോടിയെ വേറെ ഡാറ്റാ ബാങ്കിന് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് ഈ സർക്കാർ. ഒപ്പം തന്നെ നമ്മളെ ഇവിടുത്തെ ടെക്നോ പാർക്കിന് വേണ്ടി 26 കോടിയും പിന്നെ സ്പേസ് പാർക്കിന് 28 കോടി, പിന്നെ അതുപോലെ തന്നെ K-ഫോൺ പ്രധാനമായും നോക്കേണ്ട K-ഫോണിന് വേണ്ടി 100 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ K-ഫോൺ എല്ലായിടത്തും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വലിയൊരു കുതിച്ചുചാട്ടമാണ് വരാൻ പോകുന്നത്. എസ്പെഷ്യലി BPL കുടുംബങ്ങൾക്ക് നന്നായിട്ട് അത് പ്രയോജനപ്പെടും. ഒരു ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കിട്ടുക എന്നുള്ളൊരു ഗുണമുണ്ടാകും. പിന്നെ മന്ത്രി പറഞ്ഞ വേറൊരു കാര്യം, ഈ ഡിജിറ്റലൈസേഷൻ, സ്കൂളുകളിലുള്ള ഡിജിറ്റലൈസേഷൻ പൂർവാധികം ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതും ചുരുക്കം പറഞ്ഞാൽ IT മേഖലയെ കേരളം ഇന്ത്യയുടെ ഒരു മാതൃകയാക്കി മാറ്റുകയാണ്. കാരണം ഇന്ത്യയുടെ എല്ലാ അർത്ഥത്തിലായത്, അതായത് എല്ലാവരിലേക്കും IT എത്തുക, എല്ലാവരിലേക്കും ഇൻഫർമേഷൻ ടെക്നോളജി എത്തുക, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിന് ഈ ബഡ്ജറ്റ് കൃത്യമായി ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇതൊരു എക്കാലത്തെ ഇന്നത്തെ പോലെ തന്നെ
ഈ ഇന്ത്യ ഗവൺമെൻറ്റിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളത്തെ മാതൃകയാക്കി മാറ്റാനുള്ള എല്ലാ സംവിധാനവും ഈ ബഡ്ജറ്റ് അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച IT സമയത്തുള്ള മികച്ച ബഡ്ജറ്റാണ്. ബജറ്റിനെ കുറിച്ച് സാധാരണക്കാരായ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തെന്നറിയാം. പെട്രോൾ ഡീസൽ വില വർധനയൊക്കെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിനെയൊക്കെയാണ്. എന്താണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇങ്ങനെ പെട്രോളും ഡീസലും വില വർദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? വണ്ടി ഒന്നത് ഓട്ടമില്ല, ഇതാ 3 വണ്ടികൾ നിറഞ്ഞ് കിടക്കുകയാണ്. 10 രൂപ ബസ് ഇറങ്ങിയാൽ ആട്ടോക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ്. 10 രൂപ ബസ് ഇറങ്ങിയാൽ ആട്ടോക്കാർക്ക് നല്ലൊരു തിരിച്ചടിയാണ്. കാര്യം ഇപ്പോൾ ആട്ടോ ആരും വിളിക്കാറില്ല. കാലി അടിച്ച പിന്നെ അങ്ങനെ കിട്ടുമായിരുന്നു, ഒരു ഓട്ടം കിട്ടുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. അങ്ങനെ വളരെ വിഷമിച്ചാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോകുന്നത്. ഇറങ്ങി തിരിച്ച് ഒരു ജോലി ആണെന്നുള്ള ലെവലിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. നിങ്ങൾക്ക് പറയുന്നത് ഭയങ്കര ഒരു തിരിച്ചടി തന്നെയാണ്. ഇത് തിരിച്ചടി തന്നെയാണ്. പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ അതൊരു തിരിച്ചടി തന്നെയാണ്. സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇതിലിപ്പോൾ ഈ ബഡ്ജറ്റിനെ കാണുന്നത്. നമുക്ക് ഏറ്റവും അടിയായിട്ടാണ് തന്നിരിക്കുന്നത്. ബസ്സും വാരി ഇറക്കി നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാം ഓട്ടം കുറവാക്കി വെച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ 10 രൂപയുടെ ഓട്ടം തുടങ്ങിയതിന് ശേഷം ഈ ട്രാൻസ്പോർട്ടിൻ്റെ 10 രൂപയുടെ ഓട്ടം തുടങ്ങിയതിന് ശേഷം നമുക്ക് ആ തുണ്ട് ഓട്ടം പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ പുതിയ ബസ് ഇറക്കാൻ പോകുന്ന വണ്ടി ഇറക്കിയിട്ടുണ്ടല്ലോ ഇപ്പോഴും. ആ ഓട്ടോ അത്ര ഇപ്പം ആട്ടോയ്ക്ക് കിട്ടുന്ന ഓട്ടമാണ് അവർ അടിച്ചുകൊണ്ട് പോണത്. ആൻ്റണി രാജു ആട്ടോയുടെ പടവും വെച്ചാണ് ജയിച്ചത്. ഇപ്പം ആൻ്റണി ആട്ടോക്കാർക്ക് തന്നെ അത് ശരിയായിട്ട് വഹിച്ച് ഇല്ലേ? അങ്ങനെയല്ലേ? ബജറ്റിനെ എങ്ങനെയാണ് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റമായി. ഇനിയിപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കുറേ ആൾക്കാർ പണി മതിയാക്കി വേറെ എന്തെങ്കിലും കൂലിവേലയ്ക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഇനി എവിടെ പോകാൻ? എന്തൊരു ജോലി ചെയ്യാൻ? ഒരു ജോലിക്കും വിളിക്കുകയില്ല. വയസ്സായിപ്പോയി, 70-75 വയസ്സായി. ഇനിയും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇതും കൊണ്ട് നടക്കുന്നത്. ഒരു നിവൃത്തിയില്ല. ആട്ടയും കൊണ്ട് ഇറങ്ങിയ വല്ല 100-300 രൂപ കൊണ്ടൊന്ന് വീട്ടിൽ കൊടുത്താൽ ഇതെന്തിന് തികയുമെന്നാണ് വീട്ടുകാർ കേൾക്കുന്നത്. എന്തിനുണ്ട് 300 രൂപ കൊണ്ട് വീട്ടിൽ കൊടുത്താൽ എന്തിനുണ്ട്? പാല് വാങ്ങിക്കണം, കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കണം, പേപ്പറിന് ഗ്യാസ് എടുക്കണം, എല്ലാം ചിലവല്ലേ? ഈ 300 രൂപ കൊണ്ട് എന്തിന് തികയും? ഈ ഒരു പെട്രോൾ ഡീസൽ വില വർധനവ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി കുറേ കൂടെ ഓട്ടം കുറയുകയും ചെയ്യും, ദാരിദ്ര്യം കൂടുകയും ചെയ്യും. അതിപ്പോൾ സാമ്പത്തികമായിട്ട് മൊത്തം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ കൂടെ തന്നെ അതും ഇതിപ്പോൾ കൂട്ടിയത്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പം പിന്നെ പച്ചക്കറിക്കും ബാക്കിയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വെളിയിൽ നിന്ന് വരണതിനെല്ലാം പെട്രോളിനും ഡീസലിനും വില കൂട്ടിയാൽ ഇനിയിപ്പോൾ ആട്ടോക്കാരും ബസ് ചാർജും എല്ലാം കൂട്ടേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം ജീവിക്കുക തന്നെ. എല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ അങ്ങനല്ലേ, ഈ നാട്ടിൽ അങ്ങനല്ലേ നടപ്പു. പെൻഷൻകാരുടെ പെൻഷൻ കൊടുത്തിട്ടില്ല ഗവൺമെൻറ്, ക്ഷേമ പെൻഷനൊക്കെ. എന്ത് ബുദ്ധിമുട്ടാണ് നാട്ടിൽ നടക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയാ, നല്ലൊരു ഭരണ സർക്കാർ കൊണ്ടുവന്നാൽ നല്ലത് മുന്നോട്ട്, ഇല്ലെങ്കിൽ ദോഷകരമായി വരും. വേറെ എന്താണ് ഫലം? അത് ഒരുപാട് കഷ്ടം തന്നെ. പിന്നെ കൂലി വേല ചെയ്ത് ജീവിക്കുന്ന പയ്യന്മാരായാലും വലിയവരായാലും അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്താണ് ഈ പെട്രോൾ അടിക്കുന്നത്. അവർക്ക് അപ്പോൾ കുടുംബത്തിലെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നിവർത്തിക്കൊണ്ട് പോകാൻ പറ്റൂല. ഈ നല്ലൊരു തുക വേണ്ടേ പെട്രോൾ ഡീസൽ അടിക്കാൻ? അപ്പം ഇവർക്ക് ബുദ്ധിമുട്ടി തന്നെ, അവർക്കും ബുദ്ധിമുട്ടി തന്നെ. പിറ്റേന്ന് പോകണമെങ്കിൽ പെട്രോൾ അടിക്കണം. അവർക്ക് ജോലി ചെയ്ത് കിട്ടേണ്ട പൈസ അത്രയും ഡീസലും ബുദ്ധിമുട്ടും ഡീസലും പെട്രോളും എടുത്താൽ വീട്ടിലെ ചിലവ് സാധനങ്ങൾക്കൊക്കെ എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പം കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരുപാട് കഷ്ടമുണ്ട്. കുറഞ്ഞ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൈസ കണ്ടുപത്തെങ്കിലല്ലേ ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കർഷക തൊഴിലാളിക്ക് പെൻഷൻ, വിധവകൾക്ക് പെൻഷൻ, അങ്ങനെ അവശത അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമ്പത്തികം കണ്ടെത്തണ്ടേ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചില വർധനവുണ്ടായിട്ടുണ്ട്. എങ്കിലും പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പെട്രോളും ഡീസലും വില വർധനവ് കുഴപ്പമില്ലെന്നാണോ?
ഒരു സ്വാഭാവികമായിട്ട് ചിലർ വർധനമുണ്ട് എങ്കിലും അതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, ഒരു സാധാരണ ഒരു ജനം എന്ന രീതിയിൽ. കൂടിയ പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഇടത്തര മദ്യത്തിന് വില കൂടിയെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അവർക്കല്ലേ പോവുള്ളൂ. വൈദ്യുതി വാട്ടർ എല്ലാം കൂടെ തന്നെയല്ലേ. എന്താ പറയുക, കൂടിയാലും കുറഞ്ഞാലും നമ്മൾ അടച്ചേ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ എത്ര കൂടിയാലും നമുക്ക് ദിവസം ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമുക്ക് എങ്ങനെയും കഷ്ടപ്പെട്ട് വാങ്ങിക്കണം. തീർച്ചയായിട്ടും ഞങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, മറ്റേ ടാക്സി തൊഴിലാളികൾ, ഇവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മദ്യത്തിന് അത് ഉപയോഗിക്കുന്നവർക്കല്ലേ അതിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ, ഉപയോഗിക്കാത്തവർക്ക് അത് കുഴപ്പമില്ലല്ലോ. ഞങ്ങൾക്ക് കച്ചവടമില്ല, ഞങ്ങൾ ലോണുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇത് ഈ കച്ചവടം കൊണ്ടാണ് ഞങ്ങളിതെല്ലാം നികത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഈ വരുമാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബഡ്ജറ്റെല്ലാം കൂടിയാലും നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഓരോ ലോൺ എടുത്ത് അതിൻ്റെ അടിസ്ഥാനമായിട്ട് കൊറോണ ടൈമിന് അവർ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾക്ക് ബില്ല് കൊണ്ടിട്ടിരിക്കുന്നു. അവർ നോട്ടീസ് അയച്ചിരിക്കുന്നു ആ ലോണെല്ലാം അടച്ച് തീർക്കണമെന്ന്. അപ്പം ഇങ്ങനെ ആയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾക്കൊരു വൈകാരിക വന്നാൽ പോലും ഞങ്ങൾ ലോൺ അടയ്ക്കാതിരുന്നിട്ടില്ല, ലോൺ അടച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ കൊറോണ ടൈമിൽ നമ്മളിവിടെ കച്ചവടത്തിന് വന്നില്ല. ഈ വരാതെ ഇരിക്കുമ്പോൾ നമ്മൾ പൈസ ഇവിടെ നിന്ന് കിട്ടുമ്പോളെ നമുക്ക് കടപ്പുറം കൊണ്ടൊരു വരുമാനം ഇല്ല. നമ്മൾ ഈ കുട്ടയിൽ നിന്ന് ഊറുന്നതാണ് നമുക്ക് ഈ നികുതി അടയ്ക്കേണ്ട പൈസ കിട്ടുകയുള്ളൂ. ഇപ്പോൾ എത്രയോ 2-3 വർഷങ്ങളായി ഞങ്ങൾ കരങ്ങൾ അടയ്ക്കാതെ. അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ നമ്മൾ ഇനി കൂട്ടിയാൽ ഇങ്ങനെ കൂട്ടിയാൽ ഞങ്ങൾ എങ്ങനെ അടയ്ക്കും? നമ്മളെ സ്വാഭാവികമായിട്ടും എല്ലാത്തിനെയും ബാധിക്കും. കാര്യം നികുതി വർദ്ധിക്കുന്നത് മുഖേന നിത്യോപയോഗ സാധനങ്ങളെ വിലയെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ബിൽഡിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, അപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നികുതി വർദ്ധിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന കൊട്ടേഷനിൽ ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പം ഇത് അല്ലാതെ നികുതി വർധനവ് അല്ലാതെ നിലവിലുള്ള നികുതി വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇൻകം എങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഒരു മാർഗ്ഗത്തെക്കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇത് അധികം ഒരു ഭാരം തന്നെയാണ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. കൊറോണയൊക്കെ കഴിഞ്ഞൊരു നല്ലൊരു അവസ്ഥാവിശേഷത്തിലോട്ട് വന്ന ഈ സമയത്ത് തന്നെ ഒരു നികുതി വർധന ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എന്ത് തന്നെയായാലും കേരളത്തിന്റെ പുതിയ ബഡ്ജറ്റ് ഉയർത്തിയ ചില കണ്ണഞ്ചിപ്പിക്കുന്ന കോടികളുടെ കണക്കുകൾക്കപ്പുറം ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായി നികുതി ഭാരം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പാലും വെള്ളവും തിളയ്ക്കുന്നെങ്കിൽ ഇനി പെട്രോളും ഡീസലും കത്തിത്തുടങ്ങും. വാഹനങ്ങളുടെ വിലയിലും മാറ്റമുണ്ടാകും. ചിലപ്പോൾ പൊതുജനം ചെയ്തുപോയ അപരാധമോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും.